ഈ വേട്ടയ്ക്ക് വരിക എന്ന് പറയുന്നത് സാധാരണ മാനസിക സ്ഥിതിയുള്ളവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ജീവിക്കുന്ന മാഫിയായിരുന്നവൻ കിരീടം വെക്കാത്ത രാജാവാണ് പാളപ്പെട്ടിയിൽ. ഈ ജുറാസിക് പാർക്കിലെ കാണുന്ന പോലത്തെ മരങ്ങളാണ്, അതായത് ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് കാണുന്ന മരങ്ങളൊക്കെ. അവിടെ ആന എപ്പോഴും ഉള്ള സ്ഥലമാണ്. ഹിൽ പുലയാസ് എന്നുള്ള ട്രൈബ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവരാണ് കുറച്ച് അഗ്രസീവാണ്. അവർ നമ്മളുമായിട്ട് ആക്രമണത്തിനും നമ്മുടെ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കും, അങ്ങനെ കുറച്ച് പ്രശ്നക്കാരാണ്. ആഫ്രിക്കൻ അല്ലെങ്കിൽ ആമസോണിലെ കാണുന്ന ട്രൈബ്സിനെ പോലെ അവർ വല്ലപ്പോഴും ഇറങ്ങി വരും. അവർ കൊണ്ടുവരുന്ന ആ വിഭവങ്ങൾ നാട്ടിൽ കൊടുക്കും. ശരിക്കും ആനയും കടുവയൊക്കെയുള്ള കാട്ടിലാണ് ഈ ചന്ദനം നിൽക്കുന്നത്. ഈ വണ്ണാന്തറ പോലുള്ള ഭാഗങ്ങളിലൊക്കെ പളനി വരെ നടക്കുന്നവരുണ്ട്. 40 കിലോമീറ്റർ 50 കിലോമീറ്റർ മരവും ഒരു 5 കിലോമീറ്ററൊക്കെ തമിഴ്നാട് ബോർഡറാണ്. കരിമ്പ് തോട്ടങ്ങളിൽ ജോലി ചെയ്യാനെന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ചന്ദനക്കൊള്ളയെന്നറിയുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ മൂന്നാർ, വട്ടവട പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഈ വട്ടവടയിൽ നിന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലേക്ക് പോകണമെങ്കിൽ ഈ കമ്പം തേനി വഴി കറങ്ങി ഏകദേശം 180 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതിന് പാരലായിട്ട് കാട്ടിലൂടെ ഒരു വഴിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുമില്ല. ആ വഴി സാറ് പോയിട്ടില്ലേ? ഉണ്ട്. ഞാൻ 2001-2002 അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഷോല നാഷണൽ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്, ചെക്ക് പോസ്റ്റൊക്കെ ഉള്ള. ആ എൻട്രൻസിൻ്റെ തൊട്ട് വലതുവശത്ത് ഒരു വഴിയുണ്ട്. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ വയർലെസ് ടവറൊക്കെ നിയന്ത്രിക്കുന്ന മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് അവിടം വരെ നടക്കണം. ഈ നടക്കുക എന്ന് പറയുന്ന ഈ സ്ഥലം എക്സ്ട്രീം ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അവിടുത്തെ മരങ്ങളും ചെടികളും മറ്റ് എല്ലാം ഈ നമ്മുടെ ഈ ജുറാസിക് പാർക്കിലെ കാണുന്ന പോലത്തെ മരങ്ങളാണ്, അതായത് ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് കാണുന്ന മരങ്ങളൊക്കെ. ഒരുപാട് കാലപ്പഴക്കമുള്ള ഭയങ്കര ബയോഡൈവേഴ്സിറ്റിയാണ്. അത് ചെന്ന് മെത്താപ്പി ചെന്ന് കയറുന്നു. അത് നിരപ്പാണ്. അവിടുന്ന് പിന്നെ നടന്നു കഴിഞ്ഞ ശേഷം കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൊടൈക്കനാലിയല്ല. ആ വഴി ഈ പണ്ട് കാലത്ത് ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ ഫോറിനേഴ്സ് അവിടുന്ന് അവർ എൻട്രി കൊടുത്ത് ഇങ്ങോട്ട് വരുന്ന ഒത്തിരി ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അതൊരു ഷോല നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയും ഇല്ലീഗൽ എൻട്രിയും ഇല്ലീഗൽ ട്രെക്കിങ്ങും ഒഴിവാക്കുകയും ഇത്ര ഇൻ്റർസ്റ്റേറ്റ് ട്രെക്കിങ് വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ അതിൽ ഒരു ഇതും വിടുന്നില്ല. നമ്മുടെ ജീവനക്കാരെ കൊണ്ട് വിടാനായിട്ട് വണ്ടി റോഡും ഈ ഇതുകൊണ്ട് നല്ല വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റാണ്. ഷോല റിസർവിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളൊരു റിസർവാണ്. അപ്പോൾ അതിലെ പബ്ലിക് എൻട്രി കുറച്ച് ട്രെക്കിങ് മാത്രം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ മേളിലേക്ക് ജീവനക്കാർക്ക് മാത്രമേ പോകാൻ പറ്റൂ. മുകളിലേക്കാണോ അതോ ഇങ്ങനെ താഴേക്ക്? അല്ല, മേളിച്ചുള്ള ഏറ്റവും ടോപ്പ് അങ്ങ് വയർലെസ് ഇരിക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ്ടേ. അവിടെ ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറുണ്ട്. അവിടെ ജോലിക്കാരുണ്ട്. ജോലിക്കാരുണ്ട്. അവിടെ ആന എപ്പോഴും ഉള്ള സ്ഥലമാണ്. അവിടെ ഒരിക്കലൊരു ആന ജീവനക്കാരനെ വെളി വിടാതെ പുറത്ത് കറങ്ങി നടക്കുന്നു. അവനത് വയർലെസ്സുകളെ വിളിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിരിക്കും. ആന ഇവിടെ നിൽപ്പുണ്ട്, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവസാനം ഇവിടെ നിന്ന് ജീവനക്കാരി എന്നാൽ അയാളെ ഇറക്കിക്കൊണ്ട് വന്നത്. ഈ ആനയെ ഓടിക്കാൻ ഫോറസ്റ്റ് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടോ ആനയെ ഓടിക്കുന്നത്? നമ്മൾ ഇപ്പോൾ വേറെ പരമ്പരാഗത മാർഗ്ഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഈ പടക്കം വെച്ച് പൊട്ടിച്ചു വിടുക, പിന്നെ ഈ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് അക്രമകാരികളാണെങ്കിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് അതിനെ ഒന്ന് പേടിപ്പിച്ച് വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളിതിനെ തടയുന്ന, നാട്ടിലേക്ക് കിടക്കാതിരിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാങ്ങിങ് സോളാർ ഫെൻസിങ്, പിന്നെ മറ്റ് ട്രെഞ്ചുകൾ, വേലി, മറ്റ് ബയോ ഫെൻസിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിരന്തരം ആന ഇറങ്ങുന്നിടത്ത് ട്രെഞ്ച് അല്ലാതെ വേറെ ഒന്നും പ്രതിവിധിയില്ല. നിരന്തരം എന്നും എപ്പോഴും എല്ലാ ദിവസവും ആന വരുന്ന സ്ഥലങ്ങളുണ്ട്. കിടങ്ങ് കുഴിച്ച് അതിൻ്റെ സൈഡൊക്കെ കെട്ടി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ അളവുകൾക്ക് കൃത്യമായ അളവുകൾ വെച്ച് സോളാർ ഫെൻസിങ് അല്ല. സോളാർ ഫെൻസിങ് ഞങ്ങൾ പെരുന്നത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും ആന ഒന്ന് നശിപ്പിക്കും. നമുക്കതൊന്ന് ചാർജ് ചെയ്യാൻ പോലും അവകാശം ആന തരുന്നില്ല. 8-10 ആന 3-4 സ്ഥലത്തായിട്ട് ഇറങ്ങിയാൽ ഇതിൻ്റെ ഇതിനൊരു എൻഡിങ് പണി തീർക്കാൻ പറ്റുന്നില്ല നമുക്ക്. അങ്ങനെ നിരന്തരം. അതുകൊണ്ട് ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ആക്ച്വലി വല്ലപ്പോഴും ആന ഇറങ്ങുന്നിടത്താണ് നല്ല വിജയമാണ്. പക്ഷേ സ്ഥിരം ഇറങ്ങുന്നിടത്ത് പരാജയമായിപ്പോയി. ഇങ്ങനെ ഈ ഫോറസ്റ്റിന് വാച്ച് ടവറുള്ള സാറിപ്പ് പറഞ്ഞു മെത്താപ്പ് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സെറ്റിൽമെൻറ്റുകൾ ഇതിനകത്ത് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ഒരു നമ്മളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത പുലർത്തുന്നത് നിലമ്പൂരാണ്. അവിടെ ചോലനായ്ക്കന്മാർ, അങ്ങനെ ഈ പരമ്പരാഗത പ്രാക്തന ഗോത്രവർഗ്ഗങ്ങളുണ്ട്. അവരവിടെ കാട്ടിൽ തന്നെയാണ് താമസം. രാജാവൊക്കെയുള്ള ഗോത്രം അല്ല, അത് നമ്മൾ കട്ടപ്പനയിലാണ്. കോഴിമല രാജൻ തേവമന്നാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കട്ടപ്പനയിലാണ്. അങ്ങനെ രാജാവ് എന്നുള്ള കൺസെപ്റ്റിൽ പ്രോപ്പർലി ആ രാജാവിൻ്റെ ചടങ്ങും രാജാവിൻ്റെ മകന് യുവരാജാവ് എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സിസ്റ്റത്തിലുള്ളത് കട്ടപ്പന കോഴിമല രാജാവ്. അല്ലാതെ ഞാനീ പറഞ്ഞത് അവർ ഈ നമ്മളെ ആഫ്രിക്കൻ അല്ലെങ്കിൽ ആമസോണിലെ കാണുന്ന ട്രൈബ്സിനെ പോലെ അവർ വല്ലപ്പോഴും ഇറങ്ങി വരും. അവർ കൊണ്ടുവരുന്ന ആ വിഭവങ്ങൾ നാട്ടിൽ കൊടുക്കും. ആ സാധനങ്ങൾക്കുള്ള അരിയും സാധനം മേടിച്ച് കയറിപ്പോവും. അവരുടെ കുട്ടികളാരും വിദ്യാഭ്യാസം ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക അവർ ശരിക്കും പ്രാക്തന ഗോത്രവർഗം. അവർ നൊമാഡിക് പോലുമല്ല, അവർ അവിടെ തന്നെയാണ്, മാറി പോകുന്നില്ല.
അങ്ങനെ ഒരു ഇവർക്കപ്പോൾ പുറത്ത് ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല, പുറത്ത് ബന്ധമില്ല, അവർക്ക് ആരോടും ബന്ധമില്ല. സാധാരണ ഈ അരി അത് മേടിക്കാൻ വരും. അവരുടെ വിഭവങ്ങൾ, വനവിഭവങ്ങൾ കളക്ട് ചെയ്യാനാണ് അവർ കാട്ടി കിടക്കുന്നത്. നമ്മളെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം, ജോലി അങ്ങനെയൊന്നുമില്ല. അവരുടെ മക്കളും ഇത് തന്നെ കളക്ട് ചെയ്യും. പാരമ്പര്യമായിട്ട് ഒരു 10-50-100 വരെ ഉള്ളതുമാണ്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ വനങ്ങളിൽ സ്ട്രെയിഞ്ചായിട്ട് ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ? ഇതാണ് ഞാൻ ഈ പറഞ്ഞ നിലമ്പൂരാണ് ഏറ്റവും ആക്ച്വലി പുരാതന ഗോത്രവർഗ്ഗക്കാരുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇടമലക്കുടി നിയർലി 18-20 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ അത്യാവശ്യം ഡെവലപ്ഡാണ്. പുറത്തേക്കൊക്കെ അല്ലാതുള്ള പിന്നെ ശബരിമല വലത്തിൽ പലയിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ പോക്കറ്റുകൾ പോലത്തെ ട്രൈബ്സ് ഉണ്ട്. അവരും ബട്ട് നോർമലി കുറച്ച് ഡെവലപ്ഡാണ്. സാർ, അടുത്തിടെ ഈ മറയൂരിലെ ചന്ദനക്കൊള്ളയുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു സിനിമയായിരുന്നു വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനായ ഒരു സിനിമയാണ്. അതിനകത്ത് ഒരു കോടതി വളപ്പിൽ നിൽക്കുന്ന മരം മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി, ഇതിൻ്റെ അടിഭാഗം മാത്രം നിർത്തി പൊക്കത്തെ ശിഖരങ്ങളും ഇലകളുമൊക്കെ 4 കയറിലോ കമ്പിയിലോ തൂക്കി വെച്ചിട്ട് മോഷ്ടിച്ചു പോകുന്ന ഒരു രീതിയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അത്തരത്തിൽ ചന്ദനക്കൊള്ളയ്ക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേക രീതിയുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവം സിനിമയിൽ വന്നത് പോലീസ് കോമ്പൗണ്ടിൽ നിൽക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇത് കാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം. അത് ഇവർ ചെയ്യുന്നത് മരം എപ്പോഴും വീഴുന്ന ഒച്ച കേട്ട്, ഇപ്പോൾ ഫോറസ്റ്റ് ജീവനക്കാരും വാച്ചർമാരും ഒക്കെ ശരിക്കും ആനയും കടുവയൊക്കെയുള്ള കാട്ടിലാണ് ഈ ചന്ദനം നിൽക്കുന്നത്, ഈ വണ്ണാന്തറ പോലുള്ള ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഈ മരത്തിൻ്റെ തലപ്പ് വീഴുന്ന ഒച്ച കേട്ട് ടാർഗറ്റ് ചെയ്ത് എന്നാണ് പിടിക്കുന്നത്. ഇവർ ഒരു 8-10 പേര് വന്നിട്ട് ഇതിന് 4 വശത്തേക്കും ഇതിൻ്റെ തലപ്പ് വലിച്ച് കെട്ടി എന്നിട്ട് ഈ മറ്റേ ബെൽറ്റ് വാൾ ഉപയോഗിച്ച് ഒച്ച കേൾക്കാതെ അറുത്തെടുത്തിട്ട് ആ ഇടയ്ക്കുള്ള നല്ല കാതൽ പീസ്, അതാണ് മേളിലേക്കും വലിയ കാതൽ കാണത്തില്ല, കുറ്റിക്കുണ്ടാവും, പക്ഷെ അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇടക്കഷ്ണം നല്ല കാതൽ നോക്കി മുറിച്ചെടുത്തിട്ട് ചുമ്മാ എടുത്തേണ്ട അവർക്ക് പോകാം. കാര്യം ഈ തലപ്പ് അങ്ങനെ കെട്ടി നിർത്തും. അങ്ങനെ തലപ്പ് കെട്ടി നിന്ന് 3-4 തലപ്പുകളെ കെട്ടി നിർത്തി അപ്പോൾ അവൻ ആവശ്യമുള്ള തടിയായിട്ട് അവൻ പോയിട്ടുണ്ട്. അത് പലയിടത്തും രാവിലെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഇവൻ ഈ സാധാരണഗതി വണ്ണാന്തറ കാന്തല്ലൂരൊക്കെ ഭാഗത്ത് മുറിക്കുന്ന മരങ്ങൾ തമിഴ്നാട് വഴി ഇറങ്ങിയാണ് പോകുന്നത്. അത് പളനി വരെ നടക്കുന്നവരുണ്ട്. 40 കിലോമീറ്റർ 50 കിലോമീറ്റർ മരം. കുറച്ച് കഴിഞ്ഞൊരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള 10 വേണ്ട, ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. ഞാവള എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചെന്നവർ അവിടെയൊക്കെ ചില പാറ അള്ളുകളിലൊക്കെ ഇങ്ങനെ വിറക് വലിയ ഫാക്ടറി പോലെ കിടക്കണം, ഈ വെള്ള ചെത്തിക്കളഞ്ഞ് അവിടുന്ന് പിന്നെ പരമാവധി ലോഡ് കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ മുമ്പിൽ പോകണമെങ്കിൽ തോക്ക് കാണും, ഭക്ഷണം ഇടയ്ക്ക് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ മുറിക്കുന്ന സമയത്ത് ഇവർ ഈ ചെയ്യുന്ന പണി കൃത്യമായിട്ടും ഈ കെട്ടിവെച്ച് ചെയ്യാറുണ്ട്. അത് അവരാക്രമിക്കും, ഫോറസ്റ്റുകാർ വന്ന് അവരാക്രമിക്കും. അവർ ഈ വരുന്നത് തമിഴ്നാട്ടിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയും കൊണ്ടുവരുന്നത് കേരളത്തിലെ മറ്റേ കരിമ്പ് തോട്ടങ്ങളിൽ ജോലി ചെയ്യാനെന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ചന്ദനക്കൊള്ളയെന്ന് അറിയുന്നത്. പിന്നെ അവന് പോകാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇവരുടെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. ഞാനൊരു മജിസ്ട്രേറ്റിൻ്റെ സഹോദരനെ പിടിച്ചു. അവന് പെങ്ങളെന്തോ നല്ല ജോലി കിട്ടിപ്പോയി, പക്ഷേ ഇവന് പണിയൊന്നുമില്ല, ഇവന് അത്യാവശ്യം പഠിക്കുന്നവനുമായിരുന്നു. ഇവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞു ഇന്ന് വീട്ടിലെ സാഹചര്യം ഉണ്ട്, ഇവനെ കൂലിപ്പണിക്ക് വന്നതാണ്, എന്നെ ഇതിനെ പെടുത്തിയാന്ന് പറഞ്ഞു. നമുക്ക് പിടിച്ച സ്ഥിതിക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോടതി കൊടുത്തു. അവർ ജാമ്യം എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും വരത്തില്ല. ഇങ്ങനെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസമായിരിക്കും ഇങ്ങനെ ഒരു വനം കൊള്ള അല്ലെങ്കിൽ ചന്ദനക്കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാർക്ക് ഇത് ബാധിക്കില്ലേ ജോലിയെ? നോർമലി ഒരു സർക്കാരിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ നഷ്ടം, സർക്കാരിലേക്കുള്ള നഷ്ടത്തിന് ഇവർ ബാധ്യസ്ഥരാകുമെന്നാണ്. പക്ഷേ ഇവർ മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ചയെ വരുത്തിയിട്ടുമില്ല. എന്നാൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ നോർമലി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. അതേസമയം ഇവർക്ക് കണൈവൻസ് ഉണ്ടാകുക, കൃത്യമായി അന്വേഷണം നടത്താതിരിക്കുകയോ ഇവർ തലേദിവസം എല്ലാം കൂടി പോകത്തില്ലാതെ പലയിടത്തും കിടക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ അന്വേഷണത്തിൽ ഇവരുടെ ഭാഗത്ത് കാഴ്ച ഉണ്ടെന്ന് കണ്ടാൽ ഇവർക്കെതിരെ അന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും ഈ മകസർ എഴുതിയപ്പോൾ ഉണ്ടായ നഷ്ടം അവരെ ഈടാക്കാൻ സർക്കാർ ശ്രമിക്കും. 2001-2 കാലഘട്ടത്തിൽ ഞാൻ വണ്ണാന്തറയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്ന് പാളപ്പെട്ടി എന്ന് പറയുന്നൊരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അത് തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ ഒരു എൻഡിൽ, ഒരു പാറയുടെ എൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇതാണ്. അവിടെ ഹിൽ പുലയാസ് എന്നുള്ള ട്രൈബ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവരാണ് കുറച്ച് അഗ്രസീവാണ്. അവർ നമ്മളുമായിട്ട് ആക്രമണത്തിനും നമ്മുടെ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കും, അങ്ങനെ കുറച്ച് പ്രശ്നക്കാരാണ്. അപ്പോൾ അവിടെ ഒരു ബാലു എന്നാണ് ബാലു, ആ കുടിയിൽ അത്യാവശ്യം ലീഡിങ് കേട്ട് നിൽക്കുന്ന ആളാണ്. ആൾ ക്രിമിനൽ എന്നുപരി അവൻ ഇവിടെ നിന്നുള്ള സാൻഡിൽ മുഴുവൻ ചന്ദനം മുഴുവൻ തമിഴ്നാട് കടത്തി കൊടുക്കുന്ന അവനാണ്. അപ്പോൾ ഒരിക്കലും അവനെ എന്തോ ആവശ്യത്തിന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവനവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ ഒരു കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവനെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അവൻ്റെ ഇരുന്നൊരു ഫോൺ ശ്രദ്ധിച്ച്, അന്ന് വെച്ചാൽ ബോംബെ മദ്രാസിലൊക്കെ ഇറങ്ങുന്ന ഏറ്റവും കൂടിയ ഫോണ്
എന്തോ ഒരു സോണി എറിക്സൺ ഏതോ ഏറ്റവും കൂടിയ ഫോൺ, നമ്മുടെ നിന്ന് ഫോണില്ല, ഞങ്ങൾ ലാൻഡ് ഫോൺ പോലും യൂസ് ചെയ്യുന്നില്ല. അന്ന് തമിഴ്നാട്ടിൽ നിന്ന് എയർസെല്ലോ അങ്ങനെ എന്തൊരു റേഞ്ച് പാളപ്പെട്ടി കിട്ടും, അവിടെ ഇരുന്ന് അവൻ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്രിമിനൽ. അപ്പോൾ അവൻ്റെ ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ അവന് ഒരു 8-10 വണ്ടികൾ തമിഴ്നാട്ടിൽ ഓടുന്നുണ്ട്. ഇവിടെ 2 ഭാര്യമാരുണ്ട്. അവനൊരു കിരീടം വെക്കാത്ത രാജാവാണ് പാളപ്പെട്ടിയിൽ. അപ്പോൾ അവനെ നമുക്ക് ഇവനിലേക്ക് വരാൻ പറ്റുന്ന ഒരു തെളിവുകൾ അവൻ വെപ്പിക്കത്തില്ല. ഇച്ചിരി ഗുണ്ടായുസം, മറയൂര് വഴിയെ കാണാൻ പോവുകയാണെങ്കിൽ ആരും അവനെ നേരെ ചോദ്യം ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു പ്രതി അവസാനം ദുരൂഹ മരണമാണ് ഉണ്ടായത്. ഒരു പാറയിൽ നിന്ന് ഇങ്ങനെ പോലീസുകാർ ഫോറസ്റ്റുകാർ ഇവനെ സ്ഥിരമായിട്ട് കേസിൽ പെട്ട് കഴിയുമ്പോഴത്തേക്കും പിടിക്കാനായിട്ട് ഇവനെ തിരക്കി പല പ്രാവശ്യം നടന്ന് കിട്ടാതെ വന്ന് അവസാനം ഒരു ദിവസം ഇവന് പാറയുടെ അള്ളിൽ എവിടെ ഒളിച്ചിരിക്കുകയും അവിടെ ചെന്നപ്പോൾ താഴെ വീണ് ചാവുകയോ അങ്ങനെ ചെയ്ത് അകാല മരണം. കുറച്ച് പ്രായമായി. അപ്പോൾ അന്നേരം ഇവന് ചെറുപ്പക്കാരി അങ്ങോട്ട് കല്യാണം കഴിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്കുന്ന മാഫിയായിരുന്നു അവൻ. അവസാന നിമിഷം പുള്ളിക്കൊരു ഇങ്ങനെ കഷ്ടകാലം വന്ന് മരിച്ചു എന്നാണ്. ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ ജീവിച്ചിട്ടുണ്ടിരുന്നത്. അവന് ഒരു ദിവസത്തെ വരുമാനം 50,000 ഒക്കെ അന്നത്തെ കാലത്ത്. എവിടുന്ന് ചന്ദനം വന്നാലും ബാലു അറിയും. ബാലു എന്ന് തന്നെയാണ് അവൻ്റെ പേര്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പാളപ്പെട്ടി കുടിയിലായിരുന്നു. പിന്നെ അവന് അതിനുശേഷം പിന്നെ അധികം വലിയ ക്രിമിനൽസ് ഒന്നും അവിടെ വളർന്നു വന്നിട്ടില്ല. പിന്നെ ഒരു ബിനുകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാളൊക്കെ ഫീൽഡിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും താരതമ്യേന മറയൂരൊക്കെ ചന്ദന മോഷണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ വനത്തിനുള്ളിൽ വന്ന് മനുഷ്യൻ ചെയ്യുന്ന കുറേ കുറ്റകൃത്യങ്ങളുണ്ട്. അതായത് നായാട്ടിന് വന്നിട്ട് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു നായാട്ടുകാരനെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ വനത്തിനുള്ളിൽ നടന്ന എന്തെങ്കിലും ക്രൈമുകൾ സാറിന് ഓർക്കുന്നുണ്ടോ? ഈ മനുഷ്യർ ചെയ്തു വെക്കുന്ന ക്രൈമുകൾ? ഇല്ല, ഇങ്ങനെ ഹണ്ടിങ്ങിന് വരുമ്പോൾ ഇവർ ഒന്നാമത് അമിതമായി മദ്യപിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. ഡ്രഗ്സ് കഞ്ചാവൊക്കെ യൂസ് ചെയ്താണ് നല്ലൊരു ശതമാനം. ഈ വേട്ടയ്ക്ക് വരിക എന്ന് പറയുന്നത് സാധാരണ മാനസിക സ്ഥിതി ഉള്ളവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഫ്രിഞ്ച് ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ചേർന്ന സ്ഥലങ്ങളിൽ പന്നീനെയും മ്ലാവൊക്കെ വന്ന് കയറുമ്പോൾ ചെയ്യുന്നൊരു മാനസികാവസ്ഥയുള്ള വേട്ടയല്ല. ഉള്ളിലേക്ക് വന്ന് പോത്തിനെ ആനയൊക്കെ വെടിവെക്കുന്നുണ്ട്. ഇപ്പൊക്കെ ക്രിമിനൽസാണ്. അവരുടെ മാനസികാവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി അപകടകരമായ. അപ്പോൾ അവൻ കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ കൂടത്തിൽ പോകണം. ഇപ്പോൾ തമ്മിൽ മദ്യപിച്ച് ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ നമ്മളെ പലരും കാണാറില്ല. തമ്മിൽ തല്ലുവും കുത്തിക്കൊല്ലും. അതിലും മോശമായ സ്ഥിതിയിലാണ്. ചെറിയ വാക്കുകൾ പോലും അപകടങ്ങളിലേക്ക് നീങ്ങും, വെടിവെച്ച് കൊല്ലും. അത് ചിലപ്പോൾ കുറേ കഴിഞ്ഞായിരിക്കും നമ്മളറിയുന്നത് ഇവർ തമ്മിൽ തല്ലി വെടിവെച്ച് വന്നതാണെന്നും വേട്ടയ്ക്ക് വന്നതാണെന്നും തോക്ക് കിട്ടുകയാണെന്നൊക്കെ. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു അല്ല, എൻ്റെ അനുഭവത്തിൽ അങ്ങനത്തെ കേസ് ഉണ്ടായിട്ടില്ല. നമ്മൾ കേട്ടുള്ള പരിചയങ്ങളേ ഉള്ളൂ അങ്ങനെയുള്ള സംഭവം.